ജി ശങ്കരക്കുറുപ്പിൻ്റെ അനുജൻ ചന്ദ്രശേഖര കുറുപ്പായിരുന്നു ഞങ്ങളെ ആദ്യത്തെ സീനിയർ മലയാളം അധ്യാപകൻ. അദ്ദേഹം നല്ല ചെവിക്ക് പിടിച്ച് നന്നായിട്ട് തിരുവും. അങ്ങനെ അതിനുശേഷമാണ് NP രാമാനന്ദൻ നായർ വരുന്നത്. അദ്ദേഹം പിന്നീട് കോളേജ് പ്രൊഫസറായി. വലിയ ശൈലി നിഘണ്ടു, സാംഖ്യ ശബ്ദാവലി ഇങ്ങനെയുള്ള വളരെ കനപ്പെട്ട റെഫറൻസ് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം വളരെ ഈ സ്കൂളിനടുത്തുള്ള ഒരു ചെറിയ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും അവിടെ പോകും. അദ്ദേഹം എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. അന്ന് തന്നെ അദ്ദേഹം ഹോച്ചിമിനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നു. അദ്ദേഹത്തിന് ഒരു പത്രം, ഒരു വീക്കിലി എഡിറ്റ് ചെയ്യാൻ അവസരം കിട്ടി. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെ തന്നെ കൊച്ചിയിലുള്ള ഒരാളാണ് തുടങ്ങിയത്. അപ്പോൾ അത് സഹായിയായിട്ട് എന്നെയാണ് വിളിക്കുന്നത്. ഞാനന്ന് സ്കൂൾ സ്റ്റുഡൻ്റാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ്. പക്ഷേ എന്നിലെന്തോ ഇത്തരം ഒരു പത്രപ്രവർത്തകൻ്റെ എന്തോ എലമെൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണമല്ലോ അദ്ദേഹം എന്നെ വിളിച്ചത്. പക്ഷെ ആ പത്രം എന്തോ കാരണവശാൽ നിന്നുപോയി. കാരണവശാൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗ്യക്കുറി ടിക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ സമയമാണ്. ആ അതിൽ ഒരു തട്ടിപ്പ് നടന്നു. ആ തട്ടിപ്പിൽ ഇതിൻ്റെ ഈ പത്രം ഉടമയുണ്ടായിരുന്നു. അതോടുകൂടി അത് നിന്ന്. അത് കഴിഞ്ഞിട്ട് ദ്രാവിഡ ശക്തി എന്ന് പറഞ്ഞിട്ട് DMKയുടെ ഒരു പത്രം മന്ത്ലിയോ വീക്കിലോ മറ്റോ അവർ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരണം അതിൻ്റെ ചുമതലയും രാമചന്ദ്രൻ മാസ്റ്ററെ ഏൽപ്പിച്ച് അതിനും സഹായമായിട്ട് എന്നെ തന്നെയാണ് കൂട്ടിയത്. അങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ ഇതൊക്കെ 17-ാം വയസ്സിലാണ് എനിക്ക് ഒരു നല്ലൊരു പരിശീലന കളരിയായിട്ട് മാറി. അന്ന് അതിലൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഒന്നാമത്തത് ഒരു ജീവിതമാർഗം കണ്ടെത്തണം. ഇനിയിപ്പോൾ കോളേജിലൊന്നും പോകാൻ പറ്റില്ല. അതിന് വേണ്ടി ജ്യേഷ്ഠനെ ബുദ്ധിമുട്ടിക്കുന്നതും ഒക്കെ എനിക്കൊരു വേള അദ്ദേഹത്തെ അങ്ങനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ സ്വന്തം. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും പത്രത്തിൽ കടന്നുകൂടി. ക്വാളിഫൈഡ് അല്ല, അന്ന് ജേർണലിസം സ്കൂളൊന്നും ഇല്ല ആ കാലത്ത്. പിന്നെ നാഗ്പൂരും കൊച്ചി കൽക്കട്ടയിലൊക്കെയാണ്, അവിടെയൊക്കെയാണ്. ഇവിടെ പിന്നെ കൊച്ചിയിലോ പിന്നെ കേരളത്തിൽ തന്നെ ഇല്ല. ഇതൊരു ട്രെയിൻ ചെയ്യേണ്ട ഒരു ആദ്യകാല പത്രപ്രവർത്തകരൊക്കെ തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. അവരാരെങ്കിലും പഠിപ്പിച്ചാണ് ജേർണലിസം? ആരും പഠിപ്പിച്ചില്ല. അവര് പിന്നെ മിക്കവാറും രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തവരാണ്, അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു കോഴ്സിന് വേണ്ടി ചെയ്തവരാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എഴുത്തുകാരനാകണം, സാഹിത്യകാരനാകണം ഇതായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം കൊച്ചിയെ സംബന്ധിച്ചുള്ള കഥകൾ വരണം, നോവൽ എഴുതണം, ഇതൊക്കെയാണ്. അന്നും ഇന്നും എൻ്റെ ആഗ്രഹം അതാണ്. ഇന്നും സഫലീകൃതമായിട്ടില്ല. ഞാൻ കഥകൾ എഴുതിയിട്ടുണ്ട്. ഈ കോച്ചമാരെ കുറിച്ച്, ജൂതന്മാരെ കുറിച്ചുള്ള ആദ്യ കഥ ഞാനാണ്. ഡാനിയൽ കോച്ച മാതൃഭൂമിയിൽ വന്നതാണ്. ചാപ്പ, അത് കൊച്ചിയിലെ തുറമുഖ തൊഴിലാളികളുടെ പിന്നെ ഒരു കാലത്ത് അവർ അനുഭവിച്ചിരുന്ന യാതനകളൊക്കെയാണ് അതിൻ്റെ. അതാണ് PA ബക്കർ സംവിധാനം ചെയ്ത ചാപ്പ. അത് റീജിയണൽ അവാർഡ് കിട്ടി നാഷണൽ തലത്തിൽ ആ സിനിമയ്ക്ക്. അപ്പം അങ്ങനെയാണ് ഈ സ്വന്തമായൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിലാണ് പത്രപ്രവർത്തനം. വരുമാന മാർഗം ആയിരിക്കണം. പിന്നെ ഈ എഴുത്തുമായിട്ട് അക്ഷരകലയായിട്ട് ബന്ധപ്പെട്ട ഒന്നായിരിക്കും നല്ലത് എന്ന് എനിക്ക് വിചാരിച്ചു. മലയാള പത്രങ്ങൾ പ്രധാനമായും മാതൃഭൂമി, അങ്ങനെ മനോരമ, അങ്ങനെ അല്ലാതെ മറ്റ് ആ ഒരു അവസ്ഥ എന്താണ് മറ്റ് മലയാള പത്രങ്ങൾ? അന്നും എന്നെ പ്രധാനമായിട്ട് ആകർഷിച്ചിരുന്നത് ഈ പിന്നെ സാംസ്കാരിക പത്രപ്രവർത്തനമായിരുന്നു. കാരണം കൗമുദി, ബാലകൃഷ്ണൻ്റെ കൗമുദി, ജനയുഗം, കൗമുദി ബാലകൃഷ്ണൻ്റെ ഈ കൗമുദി വാരിക വന്ന് ഓരോ ആഴ്ച അത് വായിച്ചില്ലെങ്കിലും ഒരു തൃപ്തിയില്ല.
കൗമുദിയിൽ പിന്നെ ബാലകൃഷ്ണൻ്റെ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. വളരെ ശക്തമായ എഡിറ്റോറിയലാണ്. അതുപോലെ അത്രയും ശക്തമായ എഡിറ്റോറിയൽ PK ബാലകൃഷ്ണനല്ലാതെ മറ്റാരും ഞാൻ എഴുതി കണ്ടിട്ടില്ല. വളരെ ശക്തമായിരിക്കും. അതുപോലെ തന്നെ ആളുടെ സെൻറ്റിമെൻറ്റ്സ്, ആരെങ്കിലും മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ അനുജൻ ഭദ്രൻ വിമാനാപകടത്തിൽ മരിച്ചപ്പോൾ അദ്ദേഹം എഴുതിയത്, അതുപോലെ ജോൺ പോപ്പ് മരിച്ചപ്പോൾ എഴുതിയ എഡിറ്റോറിയൽ, ഹസൻ മരക്കാർ മരിച്ചപ്പോൾ എഴുതിയ എഡിറ്റോറിയൽ, ഈ കോഴിക്കോട്ടെ സ്രാങ്ക് ആ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തെ പറ്റി പിന്നെ അതിലാണ് വരുന്നത്. അപ്പോൾ ഈ സ്രാങ്ക് ആരാണ്? ഒരു സാംസ്കാരിക പ്രവർത്തനമല്ല, കഥാകൃത്തല്ല, പത്രപ്രവർത്തകനല്ല, ഒന്നുമല്ല. ഇയാളെക്കുറിച്ച് ഒരു എഡിറ്റോറിയൽ എഴുതണമെങ്കിൽ അത് അങ്ങനെയൊക്കെയാണ് ആ ചിന്തകൾ പോകുന്നത്. പിന്നീടാണ് ഇവരുടെ അവരുടെ ഈ സാംസ്കാരിക പിന്നെ നേതാക്കൾ ഇവരും തമ്മിൽ MT ഒക്കെ ആയിട്ടുള്ള വളരെ അടുത്ത ബന്ധമായിരുന്നു. ബഷീർ തന്നെ കോഴിക്കോട് വരാനും ഇവിടെ സെറ്റിൽ ചെയ്യാനും ഒക്കെ കാരണം ഈ ബന്ധങ്ങളാണ്. അന്ന് ഈ കൗമുദിയാണ് ഞങ്ങളെ ഏറ്റവും ആകർഷിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യോത്തര പങ്ക്തി, അതിൽ വൈക്കം ചന്ദ്രശേഖരനായ പോലുള്ള ആളുകൾ, വൈക്കം ചന്ദ്രശേഖരനാർ, പഴവിള രമേശൻ, പിന്നെ ഇവരുടെയൊക്കെ ലേഖനങ്ങൾ, ഇതൊക്കെ ഞങ്ങളെ വളരെ ആകർഷിച്ചിരുന്നു, എന്നെപ്പോലുള്ള ആളുകളുടെ. അതിനു വേണ്ടിയാണ് കാത്തിരിക്കുക. അത് കഴിഞ്ഞാൽ ജനയുഗം വളരെ ആകർഷിച്ചു. ജനയുഗത്തിൻ്റെ വാർഷിക പതിപ്പുകളൊക്കെ തന്നെ വളരെ മികച്ചതായിരുന്നു. അന്ന് എനിക്ക് വാർഷിക പതിപ്പുകളെ സംബന്ധിച്ച് എനിക്ക് സങ്കല്പവും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ ഒരു അവസാനത്തെ ഒരു 4 പതിറ്റാണ്ടോളം കാലം കോഴിക്കോടാണ് പിന്നീട് ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ആസ്ഥാനമായിട്ട് മാറുന്നത്. അതെ, അതിന് മുമ്പ് ഇത് പറഞ്ഞു കഴിഞ്ഞില്ല. കേരളനാഥത്തിൽ ഞാൻ വന്നു. കേരളനാഥത്തിൽ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് പത്രപ്രവർത്തനം പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. CP മമ്മു എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ എഡിറ്റർ. അതായത് CP ഉമ്മർ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമര പോരാളിയും പത്രപ്രവർത്തനമൊക്കെ ആയിരുന്ന പ്രഭാതത്തിൻ്റെ ലേഖനായിരുന്നു അദ്ദേഹം. പ്രഭാതം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നിന്ന് റഹീമിൻ്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന തങ്ങളുണ്ണി മുസ്ലിയാരായിരുന്നു അതിൻ്റെ പ്രസാധകൻ. കോൺഗ്രസ് പത്രമായിരുന്നു. അതിൽ പിന്നെ അദ്ദേഹമാണ് CP മമ്മുവാണ് ഇതിൻ്റെ എഡിറ്റർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു ഞാൻ, നേരിട്ട് ചെന്നു. എൻ്റെ ഒരു സുഹൃത്ത് മജീദ് എന്നൊരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ്, ഇവിടെ ഞാൻ ഇതിൽ കോള എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ജമാൽ എന്നാണ് എൻ്റെ പേര്, പിന്നെ പത്രപ്രവർത്തനം എന്തെങ്കിലും പഠിച്ചാൽ കൊള്ളാം, പൈസ ഒന്നും തരാൻ പറ്റില്ല. ആദ്യം തന്നെ പറഞ്ഞു, പൈസ ഒന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഇവിടെ വന്ന് പഠിച്ച് അങ്ങനെ പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എനിക്കിത് പഠിക്കണം. അങ്ങനെയാണ് ഞാൻ അപ്പോൾ ആദ്യം റാപ്പർ എഴുതിയായിരുന്നു. റാപ്പർ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ പത്രങ്ങളും ചെറുതായിട്ട് വലുതാകട്ടെ എല്ലാ പത്രങ്ങളും സ്ഥിരമായിട്ട് ചില ലൈബ്രറികൾക്ക് അയച്ചു കൊടുക്കണം. കണ്ണമാറ ലൈബ്രറി, സെൻട്രൽ ലൈബ്രറി, ഇതെല്ലാം അവർക്ക് അത് ഞാനാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഒട്ടിച്ച് അയക്കുക. ആദ്യത്തെ എൻ്റെ പത്രപ്രവർത്തനം അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അന്ന് ശരിക്ക് ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എഴുതാനും എഡിറ്റ് ചെയ്യാനൊക്കെ വന്നിരുന്നത് ഏരൂർ വാസുദേവ് എന്ന് പറഞ്ഞ പഴയകാല CPI പ്രവർത്തകനാണ്. അദ്ദേഹം നാടകൃത്താണ്, ജീവിതം അവസാനിക്കുന്നില്ല പോലത്തെ നാടകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്നെക്കൊണ്ട് ഇരുത്തിയിട്ട് മമ്മൂക്ക, CP മമ്മു എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു തരും. അദ്ദേഹം കണ്ണട എടുത്ത് ഇങ്ങനെ ഉയർത്തി നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഒരു സംഗതി പറഞ്ഞു തരിക, ചോദിക്കുക ഒന്നുമില്ല, ഒരു കമാന്നൊരു അച്ഛൻ. ചില ആളുകൾ അങ്ങനെ, നമ്മളെ കൊടുങ്ങല്ലൂർ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് പോയിട്ട് സേതു മാധവൻ എന്ന് പറഞ്ഞൊരു, അദ്ദേഹം CPIക്കാരനായിരുന്നു. അദ്ദേഹം പല പത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് പരിചയമുള്ള ആളാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള അറിവ് കിട്ടുന്നത്. പിന്നെ അത് ഞാൻ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. എൻ്റെ വായനയിലൂടെ പരിശ്രമങ്ങളുടെ കൂടെ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു. എന്നെക്കൊണ്ട് ആദ്യം എഡിറ്റോറിയൽ എഴുതിച്ചത് സേതുമാധവനാണ് ഈ പത്രത്തിൽ.
ഈ പത്രം കുറച്ചുനാൾ അതിൽ ശങ്കരൻകുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു രഹസ്യ കഥാപാത്രമുണ്ട് അദ്ദേഹം. അത് എറണാകുളത്ത് 4 പത്രം തുടങ്ങണമെങ്കിലും പിന്നെ പത്രം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ടൈറ്റിൽ വേണമല്ലോ. അപ്പോൾ ഡൽഹിയിലേക്ക് എഴുതി ഒരു ടൈറ്റിലൊക്കെ വാങ്ങാനുള്ള മടി കാരണം പല ആളുകളും ശങ്കരേട്ടാ ടൈറ്റിൽ വല്ലതും ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3-4 ടൈറ്റിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പങ്കാളിയായിരുന്നു. പിന്നീട് അദ്ദേഹം വേറെ പത്രം തുടങ്ങി, സമത എന്ന് പറഞ്ഞ പത്രം തുടങ്ങി. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇവരുടെ സ്വന്തമായി ഒരു പ്രസ് തുടങ്ങി. ആദ്യകാലത്ത് അവർ വേറെ പ്രസ്സിൽ മാർക്കറ്റ് റോഡിലുള്ള ശോഭ പ്രിൻറ്റേഴ്സിലാണ് ഈ പത്രം അടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സ്വന്തം CP ഉമ്മർ മെമ്മോറിയൽ പ്രസ് എന്ന് പറഞ്ഞ സ്വന്തം പ്രസ് എറണാകുളം കോളേജ് ഹോസ്റ്റലിന് അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ്, അവിടെ തുടങ്ങി. അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊഴിലാളി സമരം വന്ന് അത് കുറേ കാലം നിർത്തി വെക്കേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് പിന്നെ ഈ ഇടയ്ക്ക് ഈ പത്ര ഓഫീസിലൊക്കെ വരുമായിരുന്ന ഒരു പിന്നെ അബ്ദുറഹ്മാൻ കാക്കനാട് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു ദിവസം, അപ്പം ഞാൻ വെറുതെ നിൽക്കുകയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു പിന്നെ പത്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈവനിങ് ഡെയിലിയാണ്. ഞാൻ ചോദിച്ചു അത് പിന്നെ അതിനൊക്കെ നല്ല പൈസ വേണം, പത്രം തുടങ്ങാൻ നല്ല പൈസ വേണം. അതൊക്കെ ഉണ്ട്, എല്ലാം പ്രിപ്പയർഡാണ്, 6 മാസം നടത്താനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നെല്ലാം പറഞ്ഞു. ഇത് ചില സംഭവങ്ങളാണ്, ഈ സംഭവങ്ങൾ കൂടി വരണമല്ല, എന്നല്ലേ അതിൻ്റെ അതുകൊണ്ടാണ് അത് പറയുന്നത്. പേരെന്താണ്? പേര് ഭാരതരാജ്യം. ഭാരതരാജ്യം എന്ന പേരിന് പഴഞ്ചനാണല്ല ഞാൻ പറഞ്ഞത്, പഴഞ്ചൻ പേരാണ്, അതൊന്നും പറ്റില്ല. അല്ല അതൊന്നും ഇനിയിപ്പോൾ സമയമില്ല, ഇത് ശങ്കരേട്ടൻ തന്ന പേരാണ്, അതുകൊണ്ട് ആ പേരിൽ നമുക്ക് പത്രം തുടങ്ങാം, പെട്ടെന്ന് തുടങ്ങണം. അങ്ങനെ രവിപുരത്തുള്ള ഒരു കോപ്പറേറ്റീവ് പ്രിൻറ്റിങ് പ്രസ് ഉണ്ട്, അവിടെ പോയിട്ട് 1 മാസം അടിക്കാനുള്ള എൻ്റെ അതിൽ തന്നെ അഡ്വാൻസ് കൊടുത്ത് എല്ലാം ചെയ്തു. ഞങ്ങളെന്ന് പറയാൻ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ 2 പേജുള്ള മേറ്ററൊക്കെ എഴുതി ഉണ്ടാക്കി. അന്നത്തെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ റേഡിയോ ആശ്രയിച്ച്, പിന്നെ ആരെങ്കിലും ന്യൂസ് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ അത് എഴുതിയെടുത്ത് അങ്ങനെയൊക്കെയാണ്. പിന്നെ വലിയ പത്രങ്ങൾ വരുന്ന വാർത്തകൾ വേറൊരു രീതിയിൽ ആക്കിയിട്ട് അതിൽ കൊടുക്കും. പിന്നെ നെഹ്റു മരിച്ചതൊക്കെ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ കേരളത്തിലുള്ള സമയത്ത് 63-64 നെഹ്റു മരിക്കുന്നത്. അപ്പോൾ റേഡിയോ കേട്ടിട്ടാണ് ന്യൂസ് എഴുതുന്നത്, അത്രേ ഉള്ളൂ. അന്ന് പിന്നെ PTI പോലും ഇല്ല അവർക്ക്, അതിനുള്ള സൗകര്യമൊന്നും ഇല്ല, ചെറിയ പത്രങ്ങളല്ലേ. നെഹ്റുവിൻ്റെ ചരമ വാർത്ത എഴുതുമ്പോൾ എൻ്റെ കൈയെല്ലാം വിറക്കുകയാണ്. കാരണം നെഹ്റു മരിച്ചാൽ പ്രളയം എന്നല്ലേ പറഞ്ഞത്, ഇന്ത്യ രാജ്യത്ത് പ്രളയം ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ്, ആ രീതിയിലാണ്. അന്ന് തന്നെ ഞാൻ ഏക ഒരു റിപ്പോർട്ടിങ് നടത്തിയിട്ടുള്ളത് കേരളത്തിലുള്ള സമയത്താണ്. ആ സമയത്താണ് ശങ്കരക്കുറുപ്പ് മാഷിന് ഓടക്കോഴ അവാർഡ് കിട്ടുന്നത്, ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അത് ആദ്യത്തെ അവാർഡാണ്, ജ്ഞാനപീഠത്തിൻ്റെ ആദ്യത്തെ അവാർഡാണ് അത്. അതിൻ്റെ ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്യാമപ്രസാദ് ജെയിൻ, അദ്ദേഹം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വന്ന് അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. അത് റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പല ചെറുകിട പത്രങ്ങളിലും വർക്ക് ചെയ്തു. ഇതെല്ലാം സാധാരണ പത്രങ്ങളിലൊക്കെ. മുഖ്യധാരയിലേക്ക് വരാൻ എനിക്ക് സാധിച്ചില്ല. അതിനിടയ്ക്ക് എനിക്ക് ഇടവേളകളുണ്ടായി. ഞാൻ സാഹിത്യവത്സരത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു. ഹിസ്റ്ററി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി. പിന്നെ സർഗം എന്നുള്ള മാസിക അന്ന് പിന്നെ ഈ ചെറിയ പത്രങ്ങളിൽ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് പിന്നെ പല ഈ ആനുകാലികങ്ങളിൽ ഫിലിം നാദം എന്ന് പറഞ്ഞ ഒരു സിനിമാ മാസിക ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും പ്രചാരം ഉണ്ടായിരുന്ന ഒരു മാസിക CV വാസുപിള്ളയുടെ.
അതിൽ പ്രവർത്തിച്ച് ഞാനും ജെസ്സി കുറ്റിക്കാടും കൂടി പ്രവർത്തിച്ചു. യാത്ര എന്ന് പറഞ്ഞ വീക്കിൽ അതിൽ VT നന്ദകുമാറിനോടൊപ്പം പ്രവർത്തിച്ചു. പിന്നീട് അതിൽ ചിന്താരവി അതിൽ വന്നു. അപ്പോഴും അതിൽ ഞാൻ അദ്ദേഹത്തിൽ പ്രവർത്തിച്ചു. പിന്നെ അങ്ങനെ ചിത്രകാലത്ത് തുടങ്ങിയപ്പോൾ വൈക്കം ചന്ദ്രശേഖരനായാലും ഫോർട്ട് കൊച്ചി ബേസ് ചെയ്തിട്ട് ആരംഭിച്ച വീക്കിലാണ് ചിത്രകാർത്തിക. പിന്നെ അദ്ദേഹത്തിൻ്റെ സണ്ണിലോ ആയിരുന്ന മോഹനൻ, മോഹനൻ, പിന്നീട് ബാലരാമയുടെയും മനോരമയുടെ എല്ലാ പ്രസിദ്ധികളിലും കുട്ടികളുടെ പ്രസിദ്ധികളിലുടെയൊക്കെ പിന്നെ ഹെഡായിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. അവരൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ പൾസ്, അതിൻ്റെ വായനക്കാരുടെ പൾസൊക്കെ മനസ്സിലാക്കാൻ അതൊക്കെ സഹായിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ സിനിമാ രംഗത്ത് പോയി. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാനില്ല, വളരെ കുറഞ്ഞ സമയമുള്ളൂ. പിന്നെ സിനിമ, നാടകം, ഈ രംഗങ്ങളിലൊക്കെ പോയി പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതി. സംഗമം തിയേറ്റേഴ്സിന് വേണ്ടി 2 നാടകങ്ങൾ എഴുതി. സംഗമം തിയേറ്റേഴ്സിന് വേണ്ടി 1 നാടകം എഴുതി. പിന്നെ വിക്രമൻ നായർക്ക് കൊണ്ട് മറ്റൊരു നാടകം എഴുതി. അങ്ങനെ നാടകങ്ങൾ എഴുതി, സിനിമ എഴുതി, സിനിമയ്ക്ക് പാട്ട് എഴുതി. ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് സ്വന്തം ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒരു സ്വന്തം പ്രസ് നടത്തി ജൂ ടൗണിൽ, ഇംപ്രിൻ്റ് എന്നുള്ള പേരിൽ. അത് ജൂ ടൗണിനടുത്താണ്, സിനഗോഗിനൊക്കെ അടുത്താണ്. അത് എനിക്ക് പറ്റാത്തൊരു പണിയായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു സംഗതിയായിരുന്നു ബിസിനസ്. അതെനിക്ക് പറ്റുന്നതല്ല, എൻ്റെ നേച്ചറിന് ചേർന്നായിരുന്നില്ല. അങ്ങനെ അതിൽ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പത്രാധിപരായ മമ്മൂക്ക ഒരു ദിവസം കണ്ടുമുട്ടി. മമ്മൂക്ക പറഞ്ഞ് ലീഡ് ടൈംസിൽ പോകാൻ പറ്റുമോ, അവർ ഒരു എഡിറ്റർ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് തയ്യാറാണ്. ആ സമയത്ത് എൻ്റെ വിവാഹം നടന്ന് ഞാൻ കോഴിക്കോട് നിന്നാണ് വിവാഹം ചെയ്തത്. അപ്പോൾ എൻ്റെ ഭാര്യ വീട്ടിൻ്റെ അടുത്ത് തന്നെ ലീഡ് ടൈംസ്. എനിക്ക് പോകാൻ വിരോധമില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രസ് വിറ്റു. പ്രസ് ഒഴിവാക്കിയിട്ട് ലീഡ് ടൈംസിൽ ജോയിൻ ചെയ്തു. ഞാൻ വന്ന 70-ലാണെന്ന് തോന്നുന്നു അല്ലേ? അത് 75 70-കളുടെ അവസാനമാണ്. 79-ലായിരുന്നു എൻ്റെ വിവാഹം. 80-കളിലാണ്. 5 വർഷം അവിടെ ഉണ്ടായിരുന്നു. 85-ൽ നല്ല ഒരു ലീഡ് ടൈംസിലെ ഓർമ്മകൾ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് പിളരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന അല്ലല്ല, മുസ്ലിം ലീഗ് പിളർന്നതിന് ശേഷം പിന്നെ